ഹലോ ഡിയേഴ്സ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ബൈക്കിലൊരു കറക്കം. എങ്ങോട്ടാണെന്നല്ലേ? കുറച്ച് ദൂരേക്കാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 57 കിലോമീറ്റേഴ്സോളം ഉണ്ടായിരുന്നു കേട്ടോ. ചടയമംഗലത്തേക്കാണ് പോകുന്നത്. കണ്ണിൽ പൊടി അടിക്കാതിരിക്കാനായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് ഷോർട്ട് സൈറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ക്ലാസ് വെക്കുന്നത്. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇതുപോലെ യൂട്യൂബ് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യുമ്പോഴേ വെക്കാറുള്ളൂ. എനിക്ക് ഇഷ്ടമല്ല വെക്കുന്നത്. ഒരുമാതിരി ഒരു ബുദ്ധിജീവി ഫീൽ കിട്ടും, അതെനിക്ക് സെറ്റ് ആവില്ല. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് വെള്ളം കുടിക്കാനായിട്ട് കയറി. ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ടായിരുന്നു, വെയിലായിരുന്നേ. അതുകൊണ്ട് വെള്ളം കുടിക്കാനായിട്ട് കയറി അവിടെ ഇരിക്കുവാണ്. അപ്പം ഞങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞില്ല അല്ലേ? ഞങ്ങൾ പോകുന്നത് സൂർജേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ, സൂർജേട്ടൻ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചപ്പോൾ ഉള്ള ഒരു ഫ്രണ്ടിൻ്റെ കല്യാണ റിസപ്ഷനിലേക്കാണ് പോകുന്നത്. സൂർജേൻ്റെ കയ്യിൽ വീഡിയോ എടുക്കാൻ കൊടുത്തപ്പോഴാണ് ആ തലതിരിച്ച് വീഡിയോ എടുത്തത്. ഈ വീഡിയോ ഞാൻ ഡിലീറ്റ് ആക്കുന്നില്ല, ആൾ കാണട്ടെ. ഇതിനകത്ത് ഞാൻ എഡിറ്റ് ചെയ്തതിന് ശേഷം സൂർജേട്ടൻ കാണണം ഇത് എന്താണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് ചോദിക്കണം. അതിനുവേണ്ടി ഞാൻ ഡിലീറ്റ് ആക്കുന്നില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ ലെമൺ ജ്യൂസൊക്കെ കുടിച്ച് എന്നിട്ട് ഞങ്ങൾ വീണ്ടും പ്രയാണം ആരംഭിച്ചിരിക്കുകയാണ്. ഏതുകൊണ്ട് ഇസു ആലിയും മമ്മിയുടെയും പപ്പയുടെയും അടുത്തുണ്ട് കേട്ടോ. സൂക്ഷിച്ച് ആ മലമുകളിലേക്ക് നോക്കിയാലും നമുക്ക് ജഡായുപ്പാറ കാണാൻ പറ്റും. ജഡായുപ്പാറയുടെ കഥ എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ? രാമായണം കഥയിൽ പറയുന്നത് സീതയെ രാവണൻ തട്ടിക്കൊണ്ടുപോകുന്ന സമയത്ത് ജഡായു വന്ന് തടുക്കുമ്പോൾ ജഡായുവിന്റെ ചിറക് മുറിച്ചിട്ട സ്ഥലമാണ് ഈ ജഡായുപ്പാറ എന്ന് അറിയുന്നതെന്നാണ്. അതാണ് എനിക്കറിയാന്നുള്ള കഥ. ഇനി ഇതിനകത്ത് എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യണമെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് ആഡ് ചെയ്തോട്ടോ. കല്യാണം എറണാകുളത്തായതുകൊണ്ട് തന്നെ പോകാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യം ചെക്കനെയും പെണ്ണിനെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. എന്നിട്ട് ഫുഡൊക്കെ തട്ടാനായിട്ട് ഇരിക്കുകയാണ് ഇവിടെ രണ്ടുപേരും കൂടി. നല്ല ഫുഡായിരുന്നു കേട്ടോ, ആദ്യമേ പറയട്ടെ. പിന്നെ നമ്മുടെ കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും രണ്ടുപേരും നല്ല സോഷ്യലായിരുന്നു. എനിക്ക് രണ്ടുപേരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യമായിട്ട് കാണുക എന്നുള്ളൊരു ഫീലൊന്നും കുട്ടിയെ കണ്ടപ്പോൾ തോന്നിയില്ല കേട്ടോ. നന്നായിട്ട് സംസാരിച്ചു. രണ്ടുപേരും ഒരുമിച്ച് ഒരുപാട് നാൾ സന്തോഷമായിട്ട് ജീവിക്കട്ടെ. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്കാണ് വന്നത്, ആറ്റിങ്ങലിലെ വീട്ടിലേക്ക്. എൻ്റെ അമ്മയെ കണ്ടേ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സൂർജേട്ടൻ വന്ന് അമ്മയെ കെട്ടിപ്പിടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അമ്മയെ ചായ എന്ന് പറഞ്ഞ അടുക്കളയിൽ കാലും നീട്ടി ഒറ്റ ഇരിപ്പായിരുന്നു. അമ്മ അപ്പം തന്നെ ചായ ഇടാനായിട്ട് കയറി. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ ഹസ്ബൻഡൊന്നും വീട്ടിൽ വന്നാൽ ഭാര്യ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ മിണ്ടത്തില്ല എടുക്കത്തില്ല എന്നൊക്കെ. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് കേട്ടോ. ഞാൻ ഇവിടുത്തെ മരുമോളാണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അതാണ് ഞാൻ വീട്ടിൽ പോയി എന്നുള്ള അവസ്ഥ. ഇടയ്ക്ക് അവിടേക്ക് പോയി നിൽക്കണം എന്നൊക്കെ പറയുന്നത് സൂർജേട്ടൻ തന്നെയാണ്. ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരുടെ അടുത്തും പോയി നിൽക്കാനൊക്കെ. ഏതുകൊണ്ടപ്പോൾ നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് പമ്പ് ചെയ്ത് വെച്ചിട്ടാണ് വന്നത്. കുറച്ച് പാല്, പിന്നെ ബാക്കിയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കുമല്ലോ. 1.25 വയസ്സായില്ലേ, ഇനിയിപ്പം ഒരുപാട് ഭയങ്കര ഒരു അഡിക്ഷൻ്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് നമ്മൾ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങി. അമ്മ ഇടയ്ക്ക് മമ്മിയെ വിളിച്ച് വീഡിയോ കോളൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ആൾ കുഴപ്പമൊന്നും ഇല്ലാതിരിക്കുകയായിരുന്നു. പിന്നെ ഉറക്കം എന്തോ എണീറ്റ സമയത്ത് ഇച്ചിരി ബഹളം ഉണ്ടാക്കി. അന്നേരം ഞാൻ തന്നെ അടുത്ത് വേണം, അതുകൊണ്ട് ഇച്ചിരി ബഹളം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. ട്രാഫിക് ഇല്ലാത്ത വഴിയിൽ കൂടെയാണ് ഞങ്ങൾ വന്നത്, അതുകൊണ്ട് വലിയൊരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ മുഴുവൻ വീടുകളിലൊക്കെ ലൈറ്റ് ഇട്ടിരിക്കുകയാണ്. എനിക്ക് ഈ ലൈറ്റൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ക്രിസ്മസിന് മുന്നേ എടുത്ത വീഡിയോ ആണ്. ഞാൻ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാനായിട്ട് ലേറ്റായി, അതാണ് പറ്റിയത്. പിന്നെ നല്ല ലൈറ്റ് ആയിരുന്നു അവിടെയൊക്കെ കാണാനായിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വന്ന വഴി കാണാൻ സൂപ്പറായിരുന്നു. സിറ്റി ടച്ച് ചെയ്യാതെയാണ് ഞങ്ങൾ വന്നത്. സിറ്റിയിൽ കയറിയിരുന്നെങ്കിൽ ഇപ്പോഴെങ്ങും എത്താൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ വീട് എത്താറായി. വീടിന് അടുത്തുള്ളൊരു പള്ളിയാണ് ഇത്. കഴിഞ്ഞ ക്രിസ്മസിൻ്റെ അന്ന് രാത്രി 12 മണിക്ക് ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് അമ്മേനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് ഇതുപോലെ വന്ന് ഇതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് സ്റ്റാറൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം കിട്ടും. അതുപോലെ തന്നെ ഈ ദീപാവലിക്കൊക്കെ ഈ ദീപം കത്തിച്ചേക്കില്ല, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ എനിക്കൊരു ഇങ്ങനെ വെട്ടമൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഇനി കാണുമ്പോൾ കുറച്ച് വീടുകളുണ്ട്, അവിടെ ഫുള്ള് സ്റ്റാറും കുറേ സ്റ്റാറും. നല്ല രസമാണ് കേട്ടോ രാത്രി കാണാൻ. പക്ഷെ പകൽ കാണുമ്പോൾ ഇങ്ങനെ വെറുതെ സ്റ്റാർ ഇങ്ങനെ എന്തിനായിട്ടിരിക്കണേന്ന് തോന്നും. രാത്രി കാണാൻ സൂപ്പറാണ്, പൊള്ളിയാണ്. ഈ വീടുകളാണ് ഞാൻ പറഞ്ഞത്. ഇനി സ്വല്പം മ്യൂസിക് ഇട്ടിട്ട് നമുക്ക് ലൈറ്റ് കണ്ടാലോ. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ കുഞ്ഞു കൊട്ടാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. മമ്മി ഇവനെയും കൊണ്ട് വെളിയിലായിരുന്നെന്ന് തോന്നുന്നു. ആ കാറിൻ്റെ മണ്ടയിൽ അവൻ്റെ ബോട്ടിൽ വെച്ചിട്ടുണ്ട്, വെള്ളം കൊടുക്കാനായിട്ടുള്ള ബോട്ടിൽ. ഇതെന്താ ഇവിടെ അനാഥമായി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇസ്വാലി അവിടെ ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. വേഗം അങ്ങോട്ട് ഷൂ ഒക്കെ ഊരിയിട്ട് പിള്ളേരുടെ അടുത്തേക്ക് പോകുന്നു ഞാൻ പറയുന്നുണ്ട്. അതിനാണ് ഈ ചിരിച്ച് കാണിക്കുന്നത്. ഏതുണ്ണ ജനൽ വഴി വന്ന് നോക്കുന്നുണ്ട് കേട്ടോ. കൊച്ചിന്റെ കുപ്പ എന്തിനാ അമ്മ ഇങ്ങനെ അനാഥമായി വെച്ചിരിക്കുന്നത്? ആദ്യം തന്നെ എൻ്റെ മോൾ എൻ്റെ മണ്ടയിലേക്ക് ചാടി വീണു. എന്നെ കണ്ടപാടെ എന്നെ നോക്കി ചിരിക്കാൻ കേട്ടോ. പാവാണ്. എന്നിട്ട് എൻ്റെ കണ്ണാടി വെച്ചിരിക്കുന്നുണ്ട്, അത് എടുക്കാൻ നോക്കുന്നുണ്ട്.
വന്ന പാടെ സൂർജൻ്റെ മണ്ടയിലായിരുന്നു ഇസു. അത് കഴിഞ്ഞാണ് പിന്നെ ഏതുവിൻ്റെ അടുത്തേക്ക് കയറിയത്. ഞാൻ അവിടെ ജനൽ നോക്കിയിരുന്ന സമയത്ത് സൂർജൻ്റെ മണ്ടയിൽ ഇസു വലിഞ്ഞ് കയറുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ആലിയുടെ റൗണ്ടാണ്. ആലി നേരത്തെ കയറില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കയറാൻ നിൽക്കുന്നത്. ഇസു ഇടയ്ക്ക് വന്ന് നോക്കി കേട്ടോ, എന്നെ നോക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക്. ഇസുവിന് സന്തോഷം വന്നാൽ ബോൾ തപ്പാൻ പോകും, അങ്ങനെ പോയതാണ്. ബോൾ അവിടെ ഒന്നും കിട്ടിയില്ല, അവിടെ ഒക്കെ നോക്കുകയാണ് ആള്. വാച്ചിൽ നമ്മുടെ എല്ലാവരുടെയും ഫോട്ടോ ഉണ്ട്, ഇസുവിൻ്റെ, ആലിയുടെയും ഏതുവിൻ്റെയും എൻ്റെയും സൂർജൻ്റെ. അത് കണ്ടിട്ടാണ് ഈ നോക്കുന്നത്. അതിൻ്റെ ഇടയിൽ ആ ബോട്ടിൽ മേടിക്കാനായിട്ടാണ് എൻ്റെ കയ്യിലേക്ക് ചാടി വീഴുന്നത്. ഇല്ല ഇല്ല, അത് ഡാഡ എടുത്ത് വന്നതാ. ചിരിച്ചോണ്ടാണ് ഇരുന്നത്. കണ്ണാടില് ദൈവമേ അവന് വെക്കുന്നു. ഓക്കെ ശരി മമ്മി. എടുത്ത് വെക്കാനൊക്കെ അറിയാം, നേരെ എടുത്ത് കണ്ണിലോട്ടാ വെക്കുന്നു. നീ ഒരു കണ്ണാടി നശിപ്പിച്ച് നിങ്ങൾക്കുണ്ടോ ഇതുപോലെ സന്തോഷം കൂടിക്കഴിഞ്ഞാൽ തല്ലുകൂടുന്ന രണ്ട് മക്കൾ? എനിക്കുണ്ട്. ഈ റൂം ചെയ്തിട്ടിരിക്കുന്നുണ്ടോ, നമ്മുടെ ഏതൂരിൻ്റെ പണിയാണ് കേട്ടോ. ഇവിടെ ഇരുന്ന് എല്ലാ സാധനങ്ങളും പുറത്ത് വാരിയിട്ടാന്ന് തോന്നുന്നു. ഞങ്ങളില്ലാതിരുന്ന സമയത്ത് ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെയാണ്. അത് മമ്മിയുടെ ഫോണാണ് കേട്ടോ. മമ്മിയുടെ ഫോൺ എടുക്കല്ലേ എന്നൊക്കെ ഡാഡിയോട് പറയുന്നുണ്ടായിരുന്നു. ഡാഡിയുടെ ഫോൺ മമ്മി എടുക്കാൻ സമ്മതിക്കില്ല, പക്ഷെ അവൻ്റെ സാധനങ്ങൾ അവൻ എല്ലാവർക്കും കൊടുക്കും. എൻ്റെ മാലയിലും കമ്മലിലും ഒക്കെ പിടിച്ചു നോക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഓൺലൈൻ മേടിച്ചാണ്, ഞാൻ ലിങ്ക് താഴെ ടാഗ് ചെയ്ത്. ബസ് ഓൺലൈനാണ് കേട്ടോ. പിന്നെ നമ്മുടെ അമ്മമ്മൂനാലി എൻ്റെ അടുത്ത് കുറേ നേരം വന്നത് പുന്നരിച്ചു. ഇത്രയും നേരം എൻ്റെ മടിയിലിരിക്കുമായിരുന്നു, ഇപ്പം ഇറങ്ങിയതേ ഉള്ളൂ. എന്നിട്ടാണ് താഴെ വീണ്ടും പുന്നരിക്കുന്നത്. ചേച്ചി എന്ത് ചെയ്യണം നിന്റെയൊക്കെ? പിന്നെ 3 പേരും കൂടി ഇരുന്നിട്ട് കുറച്ച് നേരം കളിക്കുന്നുണ്ടായിരുന്നു ഡാഡയായിട്ട്. ഇസു ആലി നോക്കി നിൽക്കുകയാണ്. ഇസുവിൻ്റെ ബോൾ ഇപ്പോഴും കിട്ടിയിട്ടില്ല. അവൾ ആ ബോൾ തപ്പി നടക്കുമായിരുന്നു അവിടെയൊക്കെ. എവിടെ നിന്നൊക്കെ ഞാൻ അതെടുത്ത് കൊടുത്തു. അതും കൊണ്ട് അച്ഛൻ്റെ അടുത്ത് കളിക്കാനായിട്ട് നിൽക്കുവാണ് പെണ്ണ്. ഏതൂട്ടിനും കൂടെയുണ്ട്. അവരെവിടെ ഉണ്ടോ അവിടെ പിന്നെ ഏതൂട്ടം കാണുമല്ലോ. പിന്നെ അമ്മമ്മേനെ വിളിച്ചു കൊടുക്കുമായിരുന്നു സൂർജേട്ടൻ. കുറച്ച് നേരം വീഡിയോ കോൾ എല്ലാവരെയും കാണിക്കും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം നോക്കി അമ്മമ്മയോട് വർത്താനമൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ് ആള്. ഇസു ആലിയോടെ നല്ല ബോൾ കളിയാണ്. ആലി അവിടെ വെറുതെ ഇരിക്കുകയാണ്. ഇസുദ ഇങ്ങനെ ഒറ്റയ്ക്ക് കൊണ്ടു കിടക്കും. നമ്മൾ ചോദിച്ചാൽ തരത്തില്ല, എന്നിട്ട് നമ്മുടെ അടുത്തേക്ക് കൊണ്ടുവരും. നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ അവളെ ഓടിക്കളയും. അതാണ് അവളുടെ കളി. ഏതൂട്ടം പിന്നെ എന്തോ പരാതി പറയാനായിട്ടാണ് എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത്. എന്തൊക്കെയോ കൊണ്ട് തരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പല്ലെന്തോ വേദന എടുക്കുന്ന എന്തോ പറയുമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ചു. വെറുതെ കാണിക്കുന്നതാണ് കേട്ടോ, അവൻ്റെ ഒരു കുഴപ്പമില്ലായിരുന്നു അന്നേരം ഒന്നും. ഇങ്ങനെയാണ് അവൻ്റെ പാട്ടൊക്കെ, ഡാഡാ മമ്മ മമ്മ ഡാഡാ, ഇങ്ങനെയാണ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. ഇടയ്ക്ക് അമ്മമ്മ എന്ന് വിളിച്ചിട്ട് അമ്മയെ പോയി നോക്കും. അങ്ങനെ ഒരുപാട് നേരം സ്ക്രീനിൽ നോക്കിയിരിക്കില്ല, ഇച്ചിരി നേരമൊക്കെ നോക്കത്തുള്ളൂ. അവരെ കാണിക്കാതിരിക്കാൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമുക്ക് പറ്റൂല. നമുക്ക് എന്തായാലും അവരെ കാണിക്കണം, അവർക്ക് ആഗ്രഹം ഉണ്ടല്ലോ, ഗ്രാൻഡ് പാരൻസിനും കാണണമല്ലോ കുഞ്ഞുമക്കളെയൊക്കെ. അവൻ നോക്കിയിട്ട് കുറച്ച് കഴിയുമ്പോൾ അവൻ്റെ പാട് നോക്കി പോവും. ഇതാണ് ഞാൻ പറഞ്ഞ ഇസുവിൻ്റെ ബോളുകൾ. ഇത് എല്ലാവരുടെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നിട്ട് ആരെങ്കിലും പിടിക്കാനായിട്ട് പോകുമ്പോൾ അവൾ ഓടിക്കളയുന്നു. ഇതിനിടയിൽ തറ കിടന്ന പൊട്ടും പൊടിയൊക്കെ എടുത്ത് കൊടുത്തിട്ട് ചേച്ചി എന്നൊക്കെ നമ്മുടെ ഇതുട്ടം കൊടുക്കുന്നുണ്ട്. ചേച്ചിന്ന് വിളിച്ചിട്ട് ചേച്ചിക്ക് അവൾ മേടിക്കത്തൊന്നുമില്ല. ആലയാണെങ്കിൽ വന്ന് മേടിച്ചുകൊണ്ട് പോകും. ഏതും ഒഴിച്ച് ബാക്കി എല്ലാവരും തളർന്ന് ഓരോ മൂലയിൽ ഇരിപ്പുണ്ട്. ഏതും ഇപ്പോഴും പവർഫുൾ ആയിട്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കഥ. താങ്ക് യു.